ശബരിമലയ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. ഇപ്പോൾ ശരിക്ക് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സുരേന്ദ്രേട്ട ബിന്ദു അമ്മണി വിളിക്കുന്നു, അല്ലെങ്കിൽ രഹ്ന ഫാത്തിമ വിളിക്കുന്നു, അല്ലെങ്കിൽ കനകദുർഗ വിളിക്കുന്നു എന്നാണ് ശരിക്കും നമ്മൾ പറയേണ്ടത്. എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന അമ്മമാർ, സഹോദരിമാർ, പിന്നെ പുരുഷന്മാരുണ്ട്. സാധാരണ സ്ത്രീകളാണ് കൂടുതൽ ഈ ദൈവത്തിൻ്റെയൊക്കെ വിഷയത്തിൽ കൂടുതൽ സങ്കടപ്പെടുന്നത്. രാമായണം സീരിയൽ കാണുമ്പോൾ അതിൽ രാമനെയും സീതയെ കാണുമ്പോൾ എണീറ്റ് നിന്ന് തൊഴുന്ന, ആരതി ചെയ്യുന്ന ഒരു കൾച്ചറുണ്ട്, അല്ലെങ്കിൽ ചെയ്തിരുന്നു. അതൊരു സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു എല്ലാത്തിലും ദൈവത്തെ കാണുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ്. ഞാനിത് പറഞ്ഞു വന്ന് 2018 ആരും മറന്നു പോകരുത്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിന് വേണ്ടി അവിടെ പാതിരാത്രി എങ്കിലും സ്ത്രീകളെ അല്ലാതെ കയറ്റാമായിരുന്നു. തീർച്ചയായിട്ടും സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് പട്ടാളത്തെയും പോലീസിനെയും വെച്ച് താഴെ പട്ടാളത്തെ നിർത്തി ജനങ്ങളെ നിയന്ത്രിച്ചതിന് ശേഷം അവിടെ കയറ്റാമായിരുന്നു, സർക്കാരിന് കയറ്റാമായിരുന്നു. അല്ലെങ്കിൽ DYFIക്കാർ, CPMക്കാർ, CPIക്കാർ, AYFകാരായിട്ടുള്ള വനിതകളെ അവിടെ കൊണ്ട് കയറ്റാമായിരുന്നു. ഒരു മാസം അങ്ങോട്ട് പോയെങ്കിൽ കയറ്റാമായിരുന്നു. ചിലപ്പോൾ കലാപം ഉണ്ടാവും, എന്നാലും കയറ്റാമായിരുന്നു. അതിനു പകരം പാതിരാത്രി വളരെ വളരെ വലിയ വൈകാരിക വിഷയമായി നിന്ന സമയത്ത് 3 സ്ത്രീകളെ അവിടെ 2 പേരെ അവിടെ കയറ്റുകയും ഒരാളെ കയറാൻ പോയിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. ഈ 3 സ്ത്രീകളെ രഹ്ന ഫാത്തിമ തിരിച്ചുപോയി. രഹ്ന ഫാത്തിമയും കനകദുർഗയും ബിന്ദു അമ്മണിയും കനകദുർഗയാണ് കയറിയത്. ചാവേറുകളായി വന്ന അവരെ കയറ്റാൻ കാണിച്ചൊരു ആവേശമുണ്ടായിരുന്നു. അന്നെല്ലാവരും കരഞ്ഞു, ഒരുപാട് ഭക്തർ കരഞ്ഞു, സങ്കടപ്പെട്ടു. പക്ഷെ ആ കാലം കഴിഞ്ഞു പോയി. അത് ഗവൺമെൻറ് പിണറായി വിജയൻ അത് വളരെ ആവേശത്തോടുകൂടി പറഞ്ഞു, ഞങ്ങൾ സ്ത്രീകളെ കയറ്റിയിരിക്കുന്നു. M.M. മണി പറഞ്ഞു കയറ്റി സ്ത്രീകളെ, G. സുധാകരൻ പറഞ്ഞു കയറ്റി സ്ത്രീകളെ. ഒരുപാട് ആളുകൾ അന്ന് ക്ലെയിം ചെയ്തു സ്ത്രീകളെ കയറ്റി. ആപേക്ഷികമായി പറഞ്ഞാൽ സ്ത്രീകളെ കയറ്റി എന്ന് പറയാം. പക്ഷേ അത് പിന്നൊന്നും സംഭവിച്ചില്ല. സുപ്രീം കോടതി പോലും അങ്ങനെ ഒരു വിധി ഇട്ടതിന് ശേഷം റിവിഷൻ പെറ്റീഷനൊക്കെ കൊടുത്തിട്ട് പോലും സുപ്രീം കോടതി തൊട്ടിട്ടില്ല. കാരണം അത്ര വലിയ വിഷയമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. അപ്പോൾ അങ്ങനെ നിന്ന ശബരിമല ക്ഷേത്രത്തിൽ ഇപ്പോൾ നോക്കൂ, അവസാനം കടകംപള്ളി സുരേന്ദ്രനിലേക്കും കാര്യങ്ങൾ പോകുന്നു. ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും എല്ലാ പത്രങ്ങളും കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് കാര്യങ്ങൾ നീക്കി നിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചു, പോറ്റിയിൽ നിൽക്കും എന്നെല്ലാവരും പറഞ്ഞു. പോറ്റി മുരാരി ബാബുവിൻ്റെ പേര് പറഞ്ഞു. മുരാരി ബാബു അടുത്ത ആളിൻ്റെ പേര് പറഞ്ഞു. അടുത്ത ആൾ N. വാസുവിൻ്റെ പേര് പറഞ്ഞു. N. വാസു പത്മകുമാറിൻ്റെ പേര് പറഞ്ഞു. പത്മകുമാർ ഇന്നലെ കൊടുത്തിരിക്കുന്ന മൊഴി ശരിയാണെങ്കിൽ, പത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ശരിയാണെങ്കിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി അപേക്ഷ കൊടുക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിലാണ് നിവേദനം കൊടുത്തത്. അതിന് നമ്പറിട്ട് സർക്കാരിൽ നിന്നാണ് ഒരു ഉത്തരവ്, പേപ്പർ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കിട്ടി. അപ്പോൾ മന്ത്രി കൂടി അറിഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ചാണ് പത്മകുമാർ ഇത് ചെയ്തു എന്നാണ് 100% സ്ഥിരീകരിക്കാത്ത വാർത്തയായി പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ എന്തായാലും അങ്ങനെ ഒരു മൊഴി ഉണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത വിക്കറ്റ് കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് അദ്ദേഹം വളരെ വലിയ നേതാവാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വിപ്ലവകാരിയായി വളർന്നു വന്ന നേതാവാണ്. പക്ഷേ വളർന്നു വന്ന് അദ്ദേഹം കുറച്ചങ്ങോട്ട് പറയുമ്പോൾ ഒരു ഷെയ്ഡി ക്യാരക്ടറാണെന്നുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതുപോലത്തെ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, ഒരുപാട് ഷെയ്ഡി ക്യാരക്ടറാണെന്നുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ സമൂഹത്തിൽ നിൽപ്പുണ്ട്. ശരിയോ തെറ്റോ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ സ്ത്രീയെ വിളിക്കുന്നതും കുട വേണോ മഴയത്ത് എങ്ങനെ വരും എന്നൊക്കെ ചോദിക്കുന്ന കഥകളൊക്കെ വളരെ പോപ്പുലറാണ്. എന്നിട്ടും കഴക്കൂട്ടത്ത് അദ്ദേഹം ജയിക്കുന്നു. അപ്പോൾ ജനങ്ങൾ ഇതൊക്കെ തള്ളിക്കളഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ജനങ്ങൾ തള്ളിയോ തള്ളിയില്ലയോ എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അതിനൊരു ഫലമുണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്നിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ഒരു പക്ഷേ പിണറായി വിജയൻ ഗവൺമെൻറ് ആയതുകൊണ്ടും SIT കോടതി വെച്ച SIT ആണെങ്കിലും ആ SITയിലെ അംഗങ്ങൾ വെങ്കടേഷ് IPS ഉൾപ്പെടെ അംഗങ്ങൾ പിണറായി വിജയൻ്റെ സ്റ്റാഫ് ആയതുകൊണ്ട് ലോയൽറ്റി സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിനോട്ടായിരിക്കും ആദ്യം, പിന്നെയല്ലേ കോടതിയോടുള്ളൂ. അതായതുകൊണ്ട് ചിലപ്പോൾ പല കേസുകളിലും പഴയതുപോലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലെത്തുമ്പോൾ അവിടെ നിൽക്കും ഉദ്യോഗസ്ഥരിലും. പ്രസിഡന്റ്, ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് വരെ എത്തിയിട്ടുള്ളൂ. അത് ചിലപ്പോൾ കടകംപള്ളി രക്ഷപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കടകംപള്ളിയിൽ എത്താതിരിക്കാം. ഇനിയിപ്പോൾ PS പ്രശാന്ത് ഉണ്ട്. പ്രശാന്തും 2025 ഉണ്ണികൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട്. അടുത്ത
വേറൊരു വിക്കറ്റ് PS പ്രശാന്താണ്. പിന്നെ KP ശങ്കരദാസ് ഉണ്ട്, വിജയകുമാറുണ്ട്, 2 ബോർഡ് മെമ്പർമാരുണ്ട്. അവരും പത്മകുമാറിൻ്റെ കാലത്ത് ബോർഡ് മെമ്പർമാരായിരുന്നു. വിജയകുമാർ അറിയാതെ ഇത് പോകുമോ, KP ശങ്കരദാസ് അറിയാതെ ഇത് പോകുമോ, അവരും ഉണ്ട്. അപ്പോൾ 2 ബോർഡ് മെമ്പർമാർ, മുൻ മന്ത്രി, പിന്നെ വാസവൻ ഇപ്പോഴത്തെ മന്ത്രി, പ്രസന്റ് മന്ത്രി. മന്ത്രിയെയും ചോദ്യം ചെയ്യേണ്ടി വരുമോ? തീർച്ചയായിട്ടും മന്ത്രിയുടെയും മൊഴിയെടുക്കേണ്ടി വന്നാൽ അത്ഭുതമില്ല. അപ്പോൾ ഒരു മുൻ മന്ത്രി, ഒരു ഇപ്പോഴത്തെ മന്ത്രി. മുൻ പ്രസിഡന്റിനെ എടുത്തു, ദേവസ്വം പ്രസിഡന്റ് എടുത്തു കഴിഞ്ഞു. ഇപ്പം പുതിയ ദേവസ്വം പ്രസിഡന്റ്, ഇപ്പം പുതിയ മീൻസ് ഇപ്പോൾ കഴിഞ്ഞ PS പ്രശാന്ത്, ഇപ്പം ജയകുമാർ സാറാണ്, അപ്പോൾ അദ്ദേഹം അല്ലല്ലോ, പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ചോദ്യം ചെയ്യുമോ? ഇതൊക്കെ വളരെ ഗൗരവമായി കേരളത്തിൽ നടക്കുകയാണ്. പക്ഷേ ചോദ്യം ചെയ്താലും ചോദ്യം ചെയ്തില്ലെങ്കിലും, ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തില്ലെങ്കിലും സമൂഹ മനസാക്ഷിയിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, CPMൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതൊരു കറുത്ത അധ്യായമായി നിൽക്കും. എന്തിനാണ് നിങ്ങൾ മാർക്സിസം ലെനിനിസം പോലുള്ള ഒരു തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന, അങ്ങനെ വിശ്വസിച്ച് ജനങ്ങൾക്ക് സോഷ്യലിസവും സന്തോഷവും ആനന്ദവും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ട ചെറുപ്പക്കാരായ സുരേന്ദ്രനെ, കടകംപള്ളി, അന്നത്തെ ചെറുപ്പമാണ് ഞാൻ പറയുന്നത്, ഇറങ്ങുമ്പോൾ ഉള്ള ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ആളുകൾ നിങ്ങളൊരു പ്രസ്ഥാനത്തെ കുരുതി കൊടുക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപക്ഷെ പ്രസ്ഥാനം രക്ഷിക്കുമായിരിക്കും. കാരണം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രസ്ഥാനത്തിന് തല ഉയർത്തി നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ രക്ഷപ്പെടുത്തുമായിരിക്കും. പത്മകുമാർ അല്ലെങ്കിലും പാർട്ടിക്ക് അനഭിമതനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് താഴേക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് കളഞ്ഞു. വീണ ജോർജുമായിട്ട് വലിയ യുദ്ധത്തിലായിരുന്നു. വീണ ജോർജുമായുള്ള യുദ്ധം പിണറായി വിജയന് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു പാർട്ടി CPMനകത്ത് തന്നെ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് പത്മകുമാർ പോയി. അതുകൊണ്ട് കൂടിയാണോ പത്മകുമാർ, അതോ SIT വളരെ കൃത്യമായി റിപ്പോർട്ട് പറഞ്ഞത് കൊണ്ടാണോ? പല കാരണങ്ങളുണ്ട്. എന്തായാലും പത്മകുമാറിനെ ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിച്ചെടുക്കാൻ ഒരുപക്ഷെ പാർട്ടി ശ്രമിക്കുമോ? ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞത് ഒരാളെയും ഞങ്ങൾ രക്ഷിക്കുന്നില്ല എന്നാണ്. അപ്പോഴും മുഖ്യമന്ത്രി മനസ്സ് തുറന്നിട്ടില്ല. ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ വിഷയം പോകുമോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മുൻ മന്ത്രിയാണ്, നിലവിൽ MLA ആണ്. അപ്പോൾ അതിലേക്ക് കഥ പോകുമോ? VN വാസവനിലേക്ക് പോകുമോ? അതുപോലെ തന്നെ PS പ്രശാന്തിലേക്ക് പോകുമോ? വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും ചോദ്യം ചെയ്യുമോ? ജയശ്രീയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ സെക്രട്ടറി? അങ്ങനെ വളരെ സംഭവ ബഹുലമായ, വളരെ ഉദ്യോഗജനകമായ വിഷയങ്ങളിലൂടെയാണ് കേരളം കടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല വളരെ വലിയ ഒരു വിഷയമായി മാറുമ്പോൾ ഞങ്ങളാണ്, സുഭാഷിതം ചാനലാണ് ആദ്യമായി കേരളത്തിൽ ഒരു ഡിജിറ്റൽ ചാനലായാലും സാറ്റലൈറ്റ് ചാനലായാലും കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിൽ എന്നൊരു ടൈറ്റിൽ ഇട്ടുകൊണ്ട് വാർത്ത ചെയ്തത്. ഒരുപാട് ആളുകൾ ഞങ്ങളെ വിളിച്ചു ചോദിച്ചു, അങ്ങനെ അറസ്റ്റിൽ ആയോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അറസ്റ്റിലാകും. തീർച്ചയായിട്ടും അറസ്റ്റിൽ പോകാതിരിക്കാൻ കഴിയില്ല. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെയിലും ചോദ്യം നീങ്ങുന്നു. ഇന്നത്തെ പത്രങ്ങളുടെ എല്ലാം തലക്കെട്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇദ്ദേഹം കൊടുത്തിട്ടുള്ള മൊഴി, നമ്മുടെ പത്മകുമാറിൻ്റെ മൊഴി എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനും സംശയത്തിൻ്റെ നിഴലിലാണ്. അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ 2018 സ്ത്രീകളെ കയറ്റാൻ നിന്ന സ്ത്രീകളും ബുദ്ധിമുട്ടി. കനകദുർഗ ബുദ്ധിമുട്ടി, ബിന്ദു മമ്മണി ബുദ്ധിമുട്ടി, രചന ഫാത്തിമ ബുദ്ധിമുട്ടി, എല്ലാവരും ബുദ്ധിമുട്ടി. കുറഞ്ഞു കുഞ്ഞു അത് അയ്യപ്പൻ കൊടുത്ത ഫലമൊന്നുമല്ല. പക്ഷേ ഒരു സമൂഹത്തിൽ, ഒരു വലിയ സമൂഹത്തിൽ, അവരുടെ വിശ്വാസവും പ്രമാണവും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിൽ വല്ലാത്ത രൂപത്തിൽ കാര്യങ്ങളെ ചെയ്യാൻ പോയാൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? വനിതാ മതിൽ, അതുപോലെ തന്നെ വലിയ വലിയ പരിപാടികളാണ് കണ്ടത്. സ്ത്രീ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞു. അവസാനം എല്ലാവരും വരിവരിയായി ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.